നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നടിമാരുടെ ഡീപ്ഫേക്ക് വീഡിയോ. നടി രശ്മിക മന്ദാനയാണ് ഡീപ്ഫേക്കിന്റെ ഇരയായ സെലിബ്രിറ്റികളിലൊരാൾ. നടൻ അമിതാഭ് ബച്ചനടക്കം നിരവധി പേരാണ് രശ്മികയ്ക്ക് പിന്തുണയർപ്പിച്ച് രംഗത്തെത്തുകയും ഇത്തരം വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ വിവാദവുമായി ബന്ധപ്പെട്ട് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് രശ്മിക മന്ദാന. ഡീപ്ഫേക്ക് പോലുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ നിരന്തരം സംസാരിക്കേണ്ടത് അനിവാര്യമാണെന്നും പെൺകുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ഭയം തോന്നുന്നുവെന്നും രശ്മി ഈയിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയും പിന്തുണ ലഭിക്കില്ലായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് എനിക്കവരെ ഓർത്ത് ഭയം തോന്നുന്നു. ഇത്തരം സംഭവങ്ങൾ നൽകുന്ന മാനസികാഘാതമുണ്ട്. അതിനെ അതിജീവിക്കുക എളുപ്പമല്ല. ഫിറ്റഡ് ഔട്ട്ഫിറ്റ് ധരിച്ച് ലിഫ്റ്റിലേക്ക് ഓടിക്കേറുന്ന രശ്മികയുടെ വീഡിയോ എന്ന രീതിയിലാണ് ദൃശ്യം പ്രചരിച്ചത്. രശ്മിക മന്ദാനയുടെ ഡീപ്ഫേക്ക് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ 2023 നവംബർ 10 ഡൽഹി പോലീസ് കേസെടുത്തു. തുടർന്ന് ഈ വർഷം ജനുവരി മാസത്തിൽ ഡൽഹിയിൽ വച്ച് ബിടെക് ബിരുദധാരി അറസ്റ്റിലാവുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂര് ജില്ലയിലെ 24-കാരനായ ഈമണി നവീനാണ് പോലീസ് പിടിയിലായത്.